ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലി എല്ലാവർക്കും സ്പെഷ്യൽ ഹായ്. ഇന്ന് ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റിയൊരു മൂഡിലൊന്നും അല്ലായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, പിന്നെ പാറുകുട്ടിയെ ട്യൂഷനിൽ നിന്ന് വിളിച്ചു, എന്നിട്ടൊക്കെ വന്നിട്ടേ ഉള്ളൂ. കുറച്ചധികം ലേറ്റായി. അതുകൊണ്ട് ഇന്നിനിപ്പോൾ എത്ര മണിക്ക് ഉറങ്ങാൻ പറ്റുമെന്നറിയില്ല. അതിന് നേരെ വരും ചരിച്ച് വെച്ച് ചിലപ്പോൾ കളഞ്ഞാലും. അപ്പോൾ ഈ പാറുക്കുട്ടി ട്യൂഷനൊക്കെ കഴിഞ്ഞ് പഠിച്ച് തളർന്ന് വന്നേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എനിക്ക് റൂം ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലോട്ട് കയറാണ്. ഫുഡ് ഉണ്ടാക്കുന്നില്ല, കാരണം ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്ന സമയത്ത് ചിക്കൻ പെരട്ട് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ആ ബിരിയാണി അങ്ങ് കഴിക്കാനുള്ള പ്ലാനാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിച്ചണൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വായോ. പാറിൻ്റെ ഫ്രണ്ട് കുറച്ച് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പേന, പെൻസിൽ, ഷാർപ്നർ, റൈസറൊക്കെ. ആരാണ്? ഓഹോ, അയ്യോ. ഇത് ക്ലിയർ ആയിട്ട് വേണ്ടമ്മ, ഞാൻ ചെയ്തുകൊള്ളാം. അങ്ങനെ ഞാൻ പാറുകുട്ടിയുടെ ബാഹുബലി നാടക വേർഷനൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് തന്നെ റൂമൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. എനിക്കുണ്ടല്ലോ, കിച്ചൺ പോലും വൃത്തിയല്ലാതെ കിടന്നാലും എനിക്ക് പ്രശ്നമില്ല. കിടക്കുന്ന ബെഡ്റൂം എനിക്ക് ക്ലീൻ ആയിരിക്കണേ. ക്ലീൻ അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ബെഡ്റൂമിലാണ്. കിച്ചണിൽ പോലും ഞാൻ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്തു. കിടക്കയൊക്കെ തട്ടിക്കുടഞ്ഞ് വിരിച്ച് സെറ്റാക്കി ഒന്ന് ഏകദേശം ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കൂടി ആ സിങ്കിലോട്ട് വാരിയിട്ടിട്ട് ചെറപ്പറേന്ന് അങ്ങോട്ട് പാത്രം കഴുകാൻ തുടങ്ങി കേട്ടോ. പാത്രം കഴുകി തീർന്ന അടുക്കളയിലെ പകുതി പണി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ പാത്രം തന്നെ ആദ്യം ഒന്ന് കഴുകി തീർത്തു. എന്നിട്ട് ഞാൻ ആ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, പിന്നെ കൊണ്ട് കളയാനുള്ള വേസ്റ്റൊക്കെ എടുത്ത് സെപ്പറേറ്റ് മാറ്റി എല്ലാം ഒന്ന് സെറ്റാക്കി, അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ആക്ച്വലി എനിക്ക് ഈ പാത്രം കഴുകുന്ന പണി തീരെ ഇഷ്ടമല്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഈ ബാത്തിങ് സോപ്പ്, വാഷിംഗ് സോപ്പൊക്കെ ഉണ്ടല്ലോ, എനിക്കിത് അലർജിയാണ്. ഞാൻ വിം ജെല്ലാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ എന്നാലും എനിക്ക് അലർജി ഉണ്ട്. അലർജി എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നഖത്തിൻ്റെ സൈഡ് വശമുണ്ടല്ലോ, അവിടെയൊക്കെ പൊട്ടാറുണ്ട്. ഗൈസ്, ഞാൻ ഓൾമോസ്റ്റ് കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു, പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പകുതി പണി കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇച്ചിരി ടയേർഡാണ്. ബിരിയാണി ഇരിപ്പുണ്ട്, ഉച്ചയ്ക്ക് വാങ്ങിച്ച ബിരിയാണി. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് പോയി കുളിച്ചിട്ട് വരാമെന്ന് കരുതി. എൻ്റെ മൂഡ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയില്ല, അതുകൊണ്ട് തന്നെ തല കുളിക്കാമെന്നാണ് വിചാരിക്കണം. മുടി ഉണങ്ങൂല, എന്നാലും സാരമില്ല, തല കുളിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ബിരിയാണി എടുപ്പത്തേക്കാം. എന്തെങ്കിലും ചൂടാക്കാനുണ്ടെങ്കിൽ ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മുടെ സ്റ്റീം ചെയ്യുന്ന ഒരു അരിപ്പ പോലത്തെ സാധനമില്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ ചൂടാക്കി എടുക്കാറ് കേട്ടോ. ആക്ച്വലി ഉണ്ടല്ലോ, ഇവിടെ ഷെൽഫും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ആകെയുള്ള ഷെൽഫ് എന്ന് പറയുന്നത് ഈ സൈഡിൽ ചെറിയ 2 ഗ്ലാസ് ഷെൽഫ് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഒത്തിരി വെയിറ്റ് ഒന്നും താങ്ങാൻ പറ്റൂല. ഞാൻ കുറച്ച് ഗ്ലാസ്സസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് ഗ്ലാസ്സസ് മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇനി ഷെൽഫ് നമ്മൾ അടിച്ചാലേ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഒരു സാധനം എടുത്ത് വെക്കാൻ പറ്റുന്നില്ല, അതിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ബിരിയാണി ഞാൻ ഇഡലി തട്ടില വെച്ച് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിക്കണം. പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം. ബിരിയാണി ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചേട്ടാ. കുളിച്ചിട്ട് ലോഹ പോലൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്നിട്ട് ഞാൻ കുളിച്ചിട്ടിറങ്ങി. ഗൈസ്, അപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. ഇത്ര നേരം വിശപ്പില്ലായിരുന്നു.
ആക്ച്വലി ബിരിയാണി ഞാൻ ഉച്ചയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുളിച്ചിറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? എനിക്ക് കുളിച്ചിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണേ. ബിരിയാണി ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ, നല്ല മണമായിരുന്നു. എനിക്ക് നമ്മുടെ ബസ്മതി റൈസിൻ്റെ ബിരിയാണിക്കാളും കീമ റൈസിലുണ്ടാക്കുന്ന ബിരിയാണിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. കീമ റൈസിൽ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ എന്താണ് ജീരചമ്പ റൈസ് ഉണ്ടല്ലോ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കീമ റൈസാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഇത് നല്ല മണിമണി പോലെ ഇരിക്കുന്ന കീമ റൈസിൻ്റെ ബിരിയാണി ആയിരുന്നു. പിന്നെ ആ ചിക്കൻ പെരട്ടും കൂടി ആയപ്പോഴത്തേന് ആഹാ കുശാലായി. എനിക്ക് ചിക്കൻ ബിരിയാണിയുടെ കൂടെ ചിക്കൻ കബാബ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ പെരട്ട് അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കിട്ടുക എനിക്ക് ഇതും ഇഷ്ടമാണ്. എന്താണ് നമ്മുടെ ചിക്കൻ ചില്ലി, അതൊക്കെ എനിക്കിഷ്ടമാണ്. ഫ്രൈ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ഞാൻ അവിടെ വന്ന് ബെഡിൽ കയറി വിശാലമായിട്ടിരുന്ന് തട്ടോട് തട്ടാണ് ബിരിയാണി. അതിനിടയ്ക്ക് പാർക്കുട്ടിക്കും വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴത്തേന് കറണ്ട് പോയി. പിന്നെ ഒരു അരമണിക്കൂർ കറണ്ട് ഇല്ലായിരുന്നു. ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. പക്ഷേ വെക്കാനുള്ള കണ്ടെയ്നറുകൾ ഞാൻ എവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ അതുകൊണ്ട് വാരിക്കൂട്ടി വെക്കാനുള്ള പരിപാടിയാണ്, അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ റീസ്റ്റോക്ക് ഡേ ആണെന്ന്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് അധികം വാങ്ങിച്ചിട്ടില്ല. ഫ്രൂട്ട്സ്, പാല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് അതൊന്ന് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. വീട്ടിലത്തേന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഞാൻ പാല് എടുത്ത് ഫ്രീസറിലോട്ട് വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. പാല് പെട്ടെന്ന് ചീത്തയായി പോകണ്ടെന്ന് എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പുറത്ത് വെച്ചിരുന്നിട്ട് പാലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യുമ്പോഴത്തേനും അത് ചീത്തയായി പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, ഈ പാല് ഞാൻ കാച്ചിയിട്ടല്ല കുടിക്കണം, ഞാനിത് ഷേക്കായിട്ടോ സ്മൂത്തി ആയിട്ടൊക്കെയാണ് കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ അതിനെടുത്ത് അതിൻ്റെ പുറത്തൊക്കെ അഴുക്കുണ്ടല്ലോ അതൊന്ന് കഴുകിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചു. പിന്നെ ദോശമാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ചാക്കിലായിട്ടാണ് തന്നതെല്ലാം കൂടി. അതാണ് ഞാൻ ഈ കുഴിഞ്ഞ് കമ്മെന്നൊക്കെ കിടന്ന് പറക്കുന്നത്. പിന്നെ പച്ചക്കറിയുടെ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 100 രൂപയ്ക്കുള്ള. അപ്പോൾ സാമ്പാർ, അവിയൽ എല്ലാത്തിനും കൂടി ചേർത്തിട്ടുള്ള ഒരു കിറ്റ് കിട്ടും. പിന്നെ കുറച്ച് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു. പിന്നെ കൂടുതൽ ഫ്രൂട്ട്സാണ് വാങ്ങിച്ചത്. പാർക്കുട്ടിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമായിട്ട് മാങ്ങ വാങ്ങി. കുറച്ച് ദിവസമായിട്ട് പാറ് പറയണേ കുറച്ച് ദിവസമല്ല കുറച്ച് ആഴ്ചകളായിട്ട് പറയണുണ്ടായിരുന്നു ഷമാം വേണമെന്ന്. പക്ഷെ ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകുമ്പോൾ ഷമാം കാണാറില്ല. അപ്പോൾ ഇന്ന് കണ്ടതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി ആ ചാക്കോട് കൂടി ഞാൻ സ്ലാബിലോട്ട് എടുത്തൊരു തട്ട്. കാര്യമൊന്നുമല്ല, എനിക്ക് കിടന്ന് നുള്ളി പറക്കാൻ വയ്യ ഗൈസ്. പിന്നെ ഞാൻ അവഗാഡോ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവഗാഡോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചോളം വാങ്ങിച്ചു. അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇരിക്കുകയാണ്. പിന്നെ സത്യം പറയാലോ, എനിക്ക് മടിയും ഉറക്കവും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജിലോട്ട് ഇങ്ങനെ സാധനങ്ങൾ ഞാൻ ആദ്യം അവഗാഡോ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അതാണ് ഞാൻ ഓർത്തത് അത് പഴുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എടുത്തത് പുറത്ത് വെച്ചു. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും പച്ചക്കറിയും എല്ലാം കൂടി ഞാൻ എങ്ങനെയൊക്കെയോ വാരി ഫ്രിഡ്ജിൽ കുത്തി കയറ്റി എന്ന് പറയില്ലേ, അതാണ് സത്യം പറഞ്ഞാൽ നടന്നത് കേട്ടോ. കാരണം ബോക്സിൽ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓരോരോ കണ്ടെയ്നറിലോട്ട് ആക്കും. അവിയലിനുള്ളത് സെപ്പറേറ്റ് വെക്കും, സാമ്പാറിനുള്ളത് സെപ്പറേറ്റ് വെക്കും, ഫ്രൂട്ട്സ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വെക്കും. അങ്ങനെ കുറച്ച് ഫ്രിഡ്ജൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താണ് വെക്കുന്നത്. ഇന്നത്തെ എൻ്റെ മൂഡ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടി വാരി പറക്കി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആകെ സത്യം പറഞ്ഞാൽ സേഫായിട്ട് വെച്ചത് ഈ മല്ലിയില മാത്രമാണ്. അതിന് ഞാനൊരു ചെറിയൊരു ബോക്സ് എടുത്ത് കയ്യിൽ കിട്ടിയൊരു ബോക്സ് എടുത്ത് ഞാൻ ആ ബോക്സിനകത്തോട്ടാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് സവാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടി പുറത്താണ് വെച്ചത്. പപ്പയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. എനിക്കാണ് പപ്പയ്ക്ക് ഇഷ്ടം, പാർക്കുട്ടിക്ക് അത്ര ഇഷ്ടമല്ല, കഴിക്കില്ല. അതുകൊണ്ട് ചെറിയൊരു പപ്പയ്ക്കാണ് വാങ്ങിച്ചത്. എന്നിട്ട് മാങ്ങ ഞാൻ കൂടുതൽ വാങ്ങിക്കും കേട്ടോ. എല്ലാ തവണയും വാങ്ങിക്കുമ്പോൾ മാങ്ങ പാറുവിൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. മാങ്ങയും നമ്മുടെ മറ്റേ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, ആ മുന്തിരിയും പാർക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ കുറച്ചധികം വാങ്ങിക്കുമ്പോൾ ഇത്തവണ മുന്തിരി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മാങ്ങ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഫ്രിഡ്ജിലോട്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൂടി വാരിക്കൂട്ടി വെക്കുകയാണ്. ഇതെന്താണ് ചേച്ചി ഇങ്ങനെ വാരിക്കൂട്ടി വെക്കണമെന്ന് ചോദിക്കരുത്, ഞാൻ ആദ്യമേ പറയുകയാണ് എല്ലാം കൂടി വാരിക്കൂട്ടി വെക്കുകയാണ് ഞാൻ. അപ്പോൾ എല്ലാം കൂടെ വാരിക്കൂട്ടി വെച്ചിട്ട് ഞാനൊരു മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. എൻ്റെ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര മടി പിടിച്ച ദിവസമായിരിക്കും. ചില ദിവസങ്ങൾ ഭയങ്കര പ്രൊഡക്റ്റീവും ഭയങ്കര ആക്റ്റീവും ഒക്കെ ആയിരിക്കും. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ സത്യം പറഞ്ഞ കുഴിയും മടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ആ ടൈമാണ് എനിക്ക് കിട്ടാത്തതും കേട്ടോ. എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനൊരു മൂഡില്ല.
അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ബോക്സസിലൊക്കെ ആക്കിയൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ താ കണ്ടോ എങ്ങനെയൊക്കെയോ കച്ചള പിച്ചളയൊക്കെ ഞാൻ ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം കഴിക്കാനായിട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അവകാടോ പഴുത്തിട്ടില്ല, അപ്പോൾ അതൊന്ന് പഴുക്കാനായിട്ട് നാളെ കഴിഞ്ഞ് പഴുക്കോളായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, അതെടുത്ത് വെക്കാനുണ്ട്. അതിൻ്റെ കൂടെ മിൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മിൻ്റിൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കുറച്ച് മിൻ്റേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് പറഞ്ഞിടിയിക്കാൻ ഞാൻ മറന്നുപോയി. ഇനി ഒരു മാങ്ങയൊക്കെ കഴിക്കാനുള്ള പരിപാടി. എനിക്ക് നല്ല ഉറക്കം വരുമെന്ന് വെച്ചാൽ നല്ല ഉറക്കം വരുന്നു. ഗൈസ്, ഞാനിവിടെ കിടന്നൊക്കെ മാങ്ങ കഴിക്കാനുള്ള മണമല്ലേ, ഭയങ്കര മണം. മാങ്ങ കട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര മണം കേട്ടോ. മണം മാത്രമല്ല, രുചിയും അടിപൊളിയായിരുന്നു. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. ഞാൻ കുറച്ചും കൂടി വാങ്ങിക്കേണ്ടതായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് TV ഒക്കെ കണ്ടിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റ.